കേരള രാഷ്ട്രീയത്തിലെ വമ്പൻ മരങ്ങൾ കടപുഴകി വീണ പോരാട്ടങ്ങൾ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. എന്നാൽ കൊട്ടാരക്കരയിലെ കൊമ്പൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ചെന്ന് മുട്ടുകുത്തിച്ച ഒരു വനിതാ നേതാവുണ്ടെങ്കിൽ അത് ഐഷ പോറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പോരാളിയായി 3 പതിറ്റാണ്ടോളം കൊട്ടാരക്കരയുടെ മനസ്സ് ഭരിച്ച ഐഷ പോറ്റി ഇന്ന് ചുവപ്പുകൊടി ഉപേക്ഷിച്ച് ത്രിവർണ്ണ പതാക കയ്യിലേന്തുമ്പോൾ അതൊരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ പരിണാമം കൂടിയാണ്. കൊട്ടാരക്കരയും ആർ ബാലകൃഷ്ണ പിള്ളയും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1960 മുതൽ കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന പിള്ളയെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമായാണ് ഇടതുപക്ഷം പോലും കണ്ടിരുന്നത്. എന്നാൽ 2006-ൽ CPM ഐഷ പോറ്റിയെ രംഗത്തിറക്കിയപ്പോൾ ചിത്രം മാറി. വളരെ ലളിതമായ ജീവിതശൈലിയും സാധാരണക്കാരോട് ഇടപഴകാനുള്ള സവിശേഷമായ കഴിവും ഐഷ പോറ്റിയെ വേഗത്തിൽ ജനപ്രിയയാക്കി. ആ തിരഞ്ഞെടുപ്പിൽ 12,968 വോട്ടുകൾക്ക് ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തിയതോടെ അവർ കേരള രാഷ്ട്രീയത്തിലെ ജെയിന്റ് കില്ലറായി മാറി. പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പിലും അവരുടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു. 2011-ൽ 20,592 വോട്ടുകൾക്ക് വിജയിച്ച അവർ 2016-ൽ എത്തിയപ്പോൾ തന്റെ ഭൂരിപക്ഷം 42,632 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്തി. ഇത് ഐഷ പോറ്റി എന്ന വ്യക്തിയോടുള്ള മണ്ഡലത്തിന്റെ സ്നേഹമായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM സ്വീകരിച്ച 2 തവണ നിബന്ധന ഐഷ പോറ്റിക്കും ബാധകമായി. അവർക്ക് പകരം നിലവിലെ ധനമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ മത്സരിച്ചു വിജയിച്ചു. എന്നാൽ വിജയാനന്തരം ഐഷ പോറ്റിയെ പാർട്ടി അർഹമായ രീതിയിൽ പരിഗണിച്ചു എന്നത് വലിയ തർക്കവിഷയമായി മാറി. സ്പീക്കർ സ്ഥാനത്തേക്കോ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിലേക്കോ അവരുടെ പേര് ചർച്ചകളിൽ വന്നിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വം അവരെ തഴഞ്ഞു. വികസന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മാറ്റി നിർത്തലും പ്രധാനമായിരുന്നു. മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നും വികസന പ്രവർത്തനങ്ങളിൽ നിന്നും 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റിയെ ബോധപൂർവം മാറ്റി നിർത്തുന്നു എന്ന പരാതി അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. നിലവിലെ മന്ത്രി KN ബാലഗോപാലുമായുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഐഷ പോറ്റിയുടെ ചിറകരിയാൻ കാരണമായെന്നും പരക്കെ സംസാരമുണ്ട്. തന്റെ ജനകീയതയെ മന്ത്രി ഭയക്കുന്നതായി അവർക്ക് തോന്നി തുടങ്ങിയതോടെയാണ് അകൽച്ച പൂർണ്ണമായത്. പാർട്ടിക്കുള്ളിലുണ്ടായ വിരക്തിയും നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ നിലപാടുകളുമാണ് ഐഷ പോറ്റിയെ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന് കാട്ടി അവരെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ പോലും അവർ മൗനം പാലിച്ചു. എന്നാൽ CPMന്റെ ചില തീരുമാന നിർമ്മാതാക്കൾ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നു എന്ന ബോധ്യം അവരെ കോൺഗ്രസ് പാളയത്തിലെത്തിച്ചു. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരാൻ പോകുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. വർഗവഞ്ചക എന്ന് വിളിക്കപ്പെട്ടേക്കാം എന്നവർ മുൻകൂട്ടി കാണുന്നു. എങ്കിലും തന്റെ വ്യക്തിപരമായ സന്തോഷങ്ങളും ജോലിയും ത്യജിച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയ തനിക്ക് മനുഷ്യർക്കിടയിൽ നിൽക്കാനാണ് ആഗ്രഹമെന്ന് അവർ വ്യക്തമാക്കുന്നു. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുന്നത് CPMനെ സംബന്ധിച്ച് കൊട്ടാരക്കരയിൽ വലിയൊരു വിള്ളലാണ് ഉണ്ടാക്കുന്നത്. കേവലം പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രമല്ല ഐഷ പോറ്റി ജയിച്ചിരുന്നത്. എല്ലാ ജാതിമത വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് അവരോടുള്ള താല്പര്യം വോട്ടായി മാറാറുണ്ട്. ഈ വോട്ടുകൾ UDF പാളയത്തിലേക്ക് മാറുന്നത് CPMന് ഭീഷണിയാണ്. ശബരിമല വിഷയത്തിലും വിശ്വാസപരമായ കാര്യങ്ങളിലും CPMന്റെ കടുംപിടുത്തത്തിൽ അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന കോൺഗ്രസ് പ്രമേയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ UDF ആയുധമാക്കും. കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന് ഐഷ പോറ്റിയെ പോലെ ഒരു മുതിർന്ന വനിതാ നേതാവിനെ ലഭിക്കുന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകും. കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവരെ പങ്കെടുപ്പിച്ച് തന്നെ കോൺഗ്രസിന്റെ വലിയൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ഐഷ പോറ്റിക്കായി തങ്ങളുടെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ കൊട്ടാരക്കര തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരവുമായി പൊരുത്തപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ജീവനുള്ള കാലത്തോളം എല്ലാ പാർട്ടികളിലും ജാതി മതങ്ങളിലുമുള്ള മനുഷ്യരോടൊപ്പം ഉണ്ടാകുമെന്ന അവരുടെ പ്രഖ്യാപനം അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. പാർട്ടിയേക്കാൾ ഉപരി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു നേതാവെന്ന പരിവേഷം നിലനിർത്താനായിരിക്കും അവർ ശ്രമിക്കുക. ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം കേരള രാഷ്ട്രീയത്തിലെ മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയാണ്. പാർട്ടിയിലെ അവഗണനകളും ആധിപത്യവും കാരണം പഴയകാല നേതാക്കൾ പുറത്തേക്ക് പോകുന്നത് CPMന് ഒരു താക്കീതാണ്. കൊട്ടാരക്കരയിലെ സാധാരണക്കാരായ വോട്ടർമാർ ഐഷ പോറ്റിയുടെ തീരുമാനത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിന്റെ ഭാവി. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും കാലം താൻ ചെയ്ത ത്യാഗങ്ങളും അധ്വാനവും ജനങ്ങൾ മറക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഐഷ പോറ്റി പുതിയ യാത്ര തുടങ്ങുന്നത്. മ്ലേച്ഛമായ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെ ഭയക്കാതെ താൻ വിശ്വസിക്കുന്ന ശരികൾക്കായി നിലകൊള്ളാൻ അവർ തയ്യാറെടുക്കുന്നു.